ഇന്ന് നമ്മളെ സാധനം ചെറുതല്ല ഇതാ മോനെ കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ആനക്കക്ക റോസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആനക്കക്ക എന്ന് പറയാൻ പറ്റില്ല, അതുക്കും മേലുള്ള സാധനം കേട്ടാ. തിമിംഗലം കക്ക എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതുപോലെ സാധനം നമ്മൾ കണ്ടിട്ടില്ല കേട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലാണ്. അപ്പോൾ ചൈനയിൽ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ നമ്മൾ വന്നിട്ട് ഇത് കണ്ടുവച്ചാണ്. പക്ഷെ അന്ന് വാങ്ങി കുക്ക് ചെയ്യാനുള്ള നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇപ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ ചൈനയിലേക്ക് വന്നപ്പോൾ ഈ സാധനം തന്നെ കിട്ടിയിട്ടാ. ഇതിന് അധികം വിലയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇത് മൊത്തം വാങ്ങി നമുക്ക് 100 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലാണ് നല്ല വിലയാണ്. നമ്മുടെ നാട്ടിൽ സാധനം കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതുണ്ടാ സാധനം ഇത്രയും വലിയ സാധനം കിട്ടുമോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം നമ്മുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഒന്ന് കാട്ടുക ചൈനക്കാരുടെ ഉപയോഗിക്കും. കാരണം എല്ലാ മസാലയും എല്ലാ മസാലപ്പൊടിയും ഇവിടെ കിട്ടില്ല. നമ്മുടെ മല്ലിപ്പൊടി അതുപോലെ തന്നെ കറിവേപ്പില ഇതൊന്നും ഞങ്ങളോട് അരിച്ച് പെറുക്കി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചൈനീസ് സാധനങ്ങളും കൂടി ചേർത്ത് നമ്മൾ എന്തിനാണ് പോകണം. ഇതിന് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇതൊരു സാധനം തന്നെ കേട്ടത്. ഇതാണോ കരം എന്നറിയില്ല. ഏകദേശം ഇതൊരു ഒരെണ്ണത്തിനൊരു 2.5-3 കിലോ റേറ്റ് ഉണ്ട് സാധനത്തിന്. ഒന്നാ ഇതിനുള്ളിലാ. അത് തുറന്നു നോക്കിയാൽ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് വൈകിക്കണം നേരില്ലേ. നമുക്ക് കൊണ്ടിട്ട് എന്ത് കേട്ടാ ഇത് ഒന്ന് കഴുകണം. ഇതിൻ്റെ തഴുക്ക് പോകാനല്ലേ. ഇങ്ങനെ പറ്റിപ്പിടിച്ച അഴുക്കുണ്ടാവും. ഇത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകൂടെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് കറി വെക്കാൻ. എന്താ സാധനം. ആദ്യം നമുക്ക് പുഴുങ്ങിയെടുക്കണം. അതിന് കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മുടെ കക്കിട്ടേക്കാം. എന്താ സാധനം. അങ്ങനെ അടഞ്ഞിരിക്കട്ടെ. ഇനി വേട്ടെ മതിയില്ലേ. സാധനം എല്ലാം തുറന്നിട്ടുണ്ട്. എന്താ നല്ല ക്ലീൻ ചെയ്ത് എടുക്കാം. ഇത് കാര്യമായിട്ടൊന്നുമില്ല രതീഷ്താ. ഇത്രയേ ഉള്ളതാ. എത്രയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ മെഡിസിൻ മുത്തുണ്ടാവും, ചിലപ്പുണ്ടാവും കേട്ടോ. മുത്തുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നാട്ടിൽ പോവാം. ചൂടേ ഭയങ്കര ചൂട്. ഇതിലെ വിട്ട് വന്നു കേട്ടോ സാധനം. ഉള്ളി വീണിട്ടുണ്ട്. ഇതിലിതാ ഇതാണ് സാധനം കേട്ടോ. ഇവിടെ പറ്റിപ്പിടി നോക്കുക. ഒരു തുമ്പത്ത് മാത്രം ഉണ്ടാ. അത്രയേ ഉള്ളൂ സാധനം. ഇതാ ഇതാണ് വലിപ്പല്ലേ ഈ ഓടില്ലേ. ഇതിൽ ഇത്തിരി വലിപ്പമുണ്ട് കേട്ടോ. എന്താ തുമ്പത്താണ് പറ്റിപ്പിടിക്കുക കേട്ടോ. എന്താ സാധനം നോക്ക് അല്ലേ. ഇതിന് സംരക്ഷിക്കാൻ പറ്റുന്ന അത്ര വലിയ ഷെല്ല് അല്ല എന്ത് സാധനം ഉണ്ട് കേട്ടോ. അതാ നമ്മളൊരു 500-600 കക്കൻ്റെ അത്രയും വലിപ്പമുണ്ട്. അത് ഇതെന്താ വലിപ്പമുണ്ട്. നമ്മൾ എത്ര കക്ക പൊളിക്കണത് കിട്ടണമെങ്കിൽ. വാ ഇത് ശരിക്കുണ്ടല്ലോ മഴയൊക്കെ പെയ്യാണ് പറഞ്ഞ് പിടിച്ചാൽ മതി. ഒരു കുട പോലെ അല്ലേ. എന്താ സാധനം നോക്കിയാൽ ഇത് നമുക്ക് ആവശ്യമുണ്ടത് അല്ലേ. ഇതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അത് കളയണം. നമുക്ക് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാകണ്ട. ഇത് കളയണമെന്ന് ചിലരൊന്നും കളയൊന്നുമില്ല. ഇതുണ്ട് ഇത് വേസ്റ്റ് കച്ചറയത്. ഈ സാധനം നമുക്ക് ഒഴിവാക്കണം. കഴിഞ്ഞു. ഓക്കെ നല്ല വൃത്തി കഴുകിയെടുക്കാം. ചെറിയ പീസാക്കതിനെ. നല്ല ശുദ്ധമായ കടലെണ്ണ, കുറച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും, കുറച്ച് പച്ചമുളക്, ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക്,
കുറച്ച് തക്കാളി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത് ഇവിടുത്തെ നല്ല സൂപ്പർ സാധനം കേട്ടോ. കുറച്ച് മുളക് പൊടി അല്ലേ, ഇതും ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടി ഇല്ലാണ്ട് ഇതിന് നന്നായിരിക്കില്ല. പാകത്തിന് ഉപ്പ്, ഒരല്പം വെള്ളം അല്ലേ, കുറച്ച് ഗ്രേവി പോലെ ഇട്ട കുറേ പണിയുണ്ട്. നമ്മുടെ സാധനം ഇട്ടു കൊടുക്കല്ലേ, കുറച്ചേ ഉള്ളൂ അല്ലേ എല്ലാം കഴിഞ്ഞപ്പോൾ. കുറച്ച് മല്ലിയില, കറിവേപ്പിലാണ് ഇടുന്നത്, പക്ഷെ കറിവേപ്പില ഇല്ലല്ലോ, മല്ലി ഇടും. എടുക്കാല്ലേ, മതിയില്ലേ. പൊറോട്ട വേണം അല്ലേ. വേണം. അപ്പോൾ നമ്മുടെ കറി നമ്മളെടുത്ത് കുറേശ്ശെ നമുക്ക് വെച്ച് കൊടുക്കാം. കറിയല്ലത്, എന്താണത്, റോസ്റ്റ്. നമ്മൾ കുറച്ച് ഗ്രേവി ആക്കി തരണം, കാരണം നമ്മുടെ ചോറാണ് നമ്മുടെ സാധനമേ. തോന ഗ്രേവിയാണ്, ഗ്രേവി തരാം, നോ പ്രോബ്ലം. പോരെ, അതാണ് ചോദിച്ച് വാങ്ങണം കേട്ടോ രതീഷേ, പഠിക്കണം നീ. എനിക്ക് കുറച്ച് മതി. കഴിച്ചോ? അത്രയും പേര് ആനക്ക കൊണ്ടുവന്നിട്ടേ എനിക്കിവർ കഴിക്കുമ്പോൾ വായിൽ കൊടുക്കുന്ന വെള്ളം വരികയാണ്. ആദ്യം നമുക്കില്ലേ ആനക്കക്കന് ടേസ്റ്റ് നോക്കാം കേട്ടാ. ഓ, കോല് പിടിക്കുന്ന പണിയും തരും. സെറ്റ്. ഓ ഓ അടിപൊളി കേട്ടാ, ഒരു രക്ഷയില്ല. ആഹാ, ഇത് 10-15 കിലോ അല്ലായിരുന്നോ? പക്ഷെ കഴിച്ച ഇത് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇത് കൂടുതൽ വെന്താലും എന്തറിയാം, ആടായി കളയും. പക്ഷെ ഇത് തന്നെ ഭയങ്കര സുഖം കേട്ടത്. ഈ സാധനം അടിപൊളിയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ? റെസ്റ്റോറൻറ്റ് അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇവിടെ പോകണ്ടേ? അതെ, സംഗതി ഗ്രേവി എങ്ങനെ സഹാ ഭയങ്കര മസാലയാണ്, ഭയങ്കര മസാലയാണ്. നമ്മളെ സ്പെഷ്യൽ കൂട്ടാ. പക്ഷേ 1-2 സാധനം കൂടി വേണമായിരുന്നു നമുക്ക് അല്ലേ. അത് ഇല്ലാണ്ട് എങ്ങനെ അതും കൂടി ഇട്ടാണെങ്കിൽ ഇപ്പോൾ സഹപ്പോൾ ഇവിടെ കെട്ടിയിട്ടല്ലേ കേട്ടാ. ഈ കോല് കൊണ്ട് കഴിക്കുക എന്നാലും മോനത്തിന് വലിയ ടാസ്ക് കേസണ്ട. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആർക്ക് വലിയ ഇഷ്ടം? നല്ല ആ കറി ഇങ്ങനെ വലിച്ചു തിന്നുന്നുണ്ട് മറ്റതില്ലേ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൗസുമാ ചിലതിൽ ഹാർഡായിട്ടുണ്ട് കേട്ടാ, സാധനം ഒരുപാട് വെന്തിട്ടാ അല്ലേ. ചെറിയൊരു ചൂടേ കിട്ടാൻ പാടുള്ളൂ. നമ്മൾ വലിയ സാധനം കൊണ്ട് ഒരുപാട് ഉപയോഗിച്ചാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല. സാധനം ഒരു രക്ഷയില്ലട്ടാ, ടേസ്റ്റ് ബേസ് മോനെ. ഒരു രക്ഷയില്ല സാധനം. അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു രതീഷാണ് സാധനം. പുള്ളി നല്ല അട്ടിയാ. കറിവേപ്പില കിട്ടില്ല ഇവിടെ? കിട്ടുമോ? നമ്മൾ പോകുന്ന ഇന്ത്യ റെസ്റ്റോറൻറ്റ് കിട്ടും. അവിടെ മാത്രം കിട്ടും. ഞങ്ങളിവിടെ മാർക്കറ്റ് മുഴുവൻ പുള്ളി ഇവിടെ കൊടുത്ത് വളർത്താൻ വിഷയമുണ്ട്. മല്ലി ഇലയുണ്ട്, പക്ഷെ മല്ലി പൊടിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവസാനം മല്ലിയില പറ്റും വന്നു. മല്ലിയിലെങ്കിലും മല്ലിയില വേണ്ടേ. ഞങ്ങളിങ്ങനെ കറങ്ങി കുറേയൊക്കെ ഒരു രക്ഷയില്ല. എന്നാലും ഗരം മസാല ഒന്നും ഇല്ലെങ്കിലും മസാല കൂടുതൽ കഴിക്കാതിരിക്കാണ് ഹെൽത്ത് ശരിക്കും. ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ്. അതെ,
How to? ഗുഡ് Good. Yeah. അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് സഹീർ ചെറിയ മഴപ്പാറ്റ് വരുന്നത് അല്ലേ? എപ്പോഴും ചെറിയൊരു മഴപ്പാറ്റ് പോലെ ഫീൽ ചെയ്യുന്ന സ്ഥലം കേട്ടോ അവിടെ. ഇതൊരു പാർക്കാണ്. പാർക്കിലാണ് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യണത്. ഇന്ന് വലിയ വെയിലില്ല. അപ്പോൾ സഹീർ ഭായിട്ടാ, സഹീർ ഭായിയുടെ കൂടെ നമ്മൾ ചൈനയ്ക്ക് വന്നിരിക്കുന്നത്. സഹീർ ഭായി എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. നമുക്കൊന്നും ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സാധനം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സോഴ്സ് ചെയ്ത് അതിന് ക്വാളിറ്റിയൊക്കെ പരിശോധിച്ച് അല്ലേ എന്ത് കാട്ടും നമുക്ക് വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ എത്തിച്ചേരും. അതാണ് സഹീർ ഭായിയുടെ പണി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ സഹീർ ഭായിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. സഹീർ ഭായിൻ്റെ അല്ല, സഹീർ ഭായിൻ്റെ ഓഫീസ് നമ്പർ ഞാൻ കൊടുക്കാം അല്ലേ. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽ അയച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ നല്ല ബെസ്റ്റ് ഇന്ത്യ ബെസ്റ്റ് ചൈന ബെസ്റ്റ് ചൈന മാനുഫാക്ചറാണ് സഹീർ ഭായിൻ്റെ കമ്പനിൻ്റെ പേര്. അപ്പോൾ എന്തായാലും സംഗതി ഒരു രക്ഷയില്ല. അപ്പോൾ ഇരുന്ന് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ അല്ലേ. വാങ്ങിട്ട് വരുമ്പോൾ വലിയ സാധനമാണ് ആനക്കക്ക എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ വിചാരിച്ചൊരു 5 കിലോ ഇറച്ചിയൊക്കെ കിട്ടുന്നത് വിചാരിച്ചു അല്ലേ. അതാണ് രതീഷ് ഏറ്റവും എടുത്തു. നടന്നിട്ട് ഞങ്ങൾ സാധനം തൂക്കിയിട്ട് നടന്നിട്ട് ഭയങ്കര വെയിറ്റും. പക്ഷെ അത് തുറന്നു നോക്കുമ്പോൾ എന്താണ് ഒന്നുമില്ല. മറ്റേ ഹനുമാൻ എന്തോ ഒരു കഥ പറയല്ലേ. അതെ, അങ്ങനെ ഭൂതപ്പെട്ടി തുറന്ന പോലെ ഇത്രയേ ഉള്ളൂ. ഒരു കാറ്റ് മാത്രമേ പോകാൻ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലേ ഈ വീഡിയോകൾ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സന്തോഷം തോന്നും അല്ലേ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.